സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂട്ടപ്പള്ളിയിൽ. ഇന്ന് 2026 ഏപ്രിൽ 8 ബുധനാഴ്ച. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാളെയാണ് കേരള നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ്. ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നമുക്ക് മരിക്കാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് വയസ്സാകാതിരിക്കാൻ പറ്റുമോ എന്നതാണല്ലോ വിഷയം. വയസ്സാകാതെ ഇരുന്നാൽ അല്ലെങ്കിൽ മരിക്കാതിരുന്നാൽ, അതായത് കാലൻ വന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സരസമായി 18-ാം നൂറ്റാണ്ടിൽ തന്നെ മഹാകവി കുഞ്ചൻ നമ്പ്യാർ പ്രതിപാദിച്ചിട്ടുണ്ട്. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലത്തിൽ, വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലത്തിൽ, ചത്തുകൊള്ളുവതിനേതും കഴിവില്ല കാലനില്ല, മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛനും മരിച്ചില്ല, 500 വയസ്സുള്ള അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു എന്നാണ് സരസകവി ഫലിത സാമ്രാട്ട് 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ നമ്മളോട് പറഞ്ഞത്. മനുഷ്യനിൽ ഒരിക്കലും മരിക്കാത്ത ഒരു മോഹമാണ് മരണത്തെ മറികടക്കാനുള്ള മോഹം. ഏതു സംസ്കാരം എടുത്താലും അവയുടെ പുരാണങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച കഥകൾ കാണാം. ജീവാമൃതം എന്ന ദീർഘായുസിൻ്റെ ഔഷധത്തെക്കുറിച്ചിട്ടുള്ള കഥകൾ യഥേഷ്ടം അവയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രം ആ സത്യത്തെ പുതിയ രീതിയിൽ ഇന്ന് സമീപിക്കുകയാണ്. അമരത്വം നേടുന്നതിനുള്ള വഴികൾ തേടുന്നതിന് പകരം മനുഷ്യരുടെ വയസ്സാവുന്ന പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ പ്രധാന ശ്രമം. ജീവികൾക്ക് എങ്ങനെ പ്രായമാകുന്നു, കോശങ്ങൾ എങ്ങനെ നശിക്കുന്നു, വയസ്സാകുന്ന പ്രക്രിയയെ നിയന്ത്രിക്കുന്നതെന്ത്, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തേടുകയാണ് ആധുനികകാല ഗവേഷകർ. വയസ്സാകലുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളിലൊന്നാണ് ടെലോമിയർ സിദ്ധാന്തം. ക്രോമസോമുകളിലെ അറ്റങ്ങളിലെ ടെലോമിയർ എന്ന DNA ഭാഗങ്ങൾ ഓരോ കോശവിഭജനത്തിലും ചെറുതാവുന്നു. ഒരു പരിധിക്ക് ശേഷം കോശങ്ങൾ വിഭജനം അങ്ങ് നിർത്തും. ഇതിനൊപ്പം DNA കേടുപാടുകൾ, കോശങ്ങളുടെ ഊർജ നിയന്ത്രണം, പ്രോട്ടീൻ ഘടനയിൽ വരുന്ന ഊർജ നിയന്ത്രണം, വ്യത്യാസം എന്നിവയൊക്കെ വാർദ്ധക്യത്തിലേക്ക് മെല്ലെ നമ്മളെ നയിക്കുന്നു. അർബുദത്തിനെതിരെ അസാധാരണ പ്രതിരോധ ശേഷിയുള്ള, ദീർഘായുസ്സുള്ള, ഭൂമിക്കടിയിൽ കൂട്ടമായി ജീവിക്കുന്ന വിചിത്ര സസ്തനികളാണ് കുപ്പായമില്ലാത്ത കുഴിയെലികൾ. അവയെ ഇംഗ്ലീഷിൽ നേക്കഡ് മോൾ റാറ്റ്സ് എന്ന് വിളിക്കുന്നു. സാധാരണ എലികൾ 2-3 വർഷം മാത്രമേ ജീവിക്കാറുള്ളൂ. എന്നാൽ 30 വർഷത്തിലേറെ ജീവിക്കും ഇവ. കോശങ്ങൾ സുഗമമായി പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന ഹയാലുറോണിക് ആസിഡ് മനുഷ്യരിലും സാധാരണ എലികളിലും കാണുന്നതിൻ്റെ 5 മുതൽ 10 മടങ്ങ് വരെയാണ് ഈ കുഴിയെലികളിൽ ഉള്ളത്. ഹയാലുറോണിക് ആസിഡിൻ്റെ പ്രത്യേക രൂപവും ഉയർന്ന മോളിക്കുലാർ വെയ്റ്റും കുഴിയെലികളുടെ കോശ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഘടകങ്ങൾ കോശങ്ങളുടെ അനിയന്ത്രിത വളർച്ച തടയുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഹയാലുറോണിക് ആസിഡിൻ്റെ വളർച്ച കൂട്ടുന്ന ജീനുകൾ പരീക്ഷണശാലകളെ എലികളിൽ കൊണ്ടുവന്നപ്പോൾ അവയുടെ ആയുസ്സിൻ്റെ 5% വർധനയും
അവയിൽ ഉണ്ടായിരുന്ന ട്യൂമറുകളിൽ ശ്രദ്ധേയമായ കുറവും കണ്ടു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിലേക്കുള്ള പ്രധാന കാൽവയ്പിന്റെ ദീർഘായുസ് ഒരു ജീനിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. സങ്കീർണമായ ജൈവ പ്രക്രിയകളുടെ കൂട്ടായ്മയാണ് ഈ പ്രായമാകുന്നതിനെ നിയന്ത്രിക്കുന്നത്. അമരത്വം തേടിയുള്ള യാത്ര മറ്റൊരു വഴിയിലൂടെ മുന്നേറുന്നു. ലാബിൽ വളരുന്ന അവയവങ്ങളിലൂടെ ശരീരത്തെ തന്നെ പുനർനിർമ്മിക്കുക എന്നതാണ് ആശയം. 1950കളിൽ കോശ സംസ്കരണത്തിൽ തുടങ്ങി 1990കളിലെ ടിഷ്യൂ എഞ്ചിനീയറിംഗ് പിന്നിട്ട് 2006 ലാബിൽ വളർത്തിയ മൂത്രാശയം വരെ എത്തിയ പരീക്ഷണങ്ങൾ ഇപ്പോൾ 3D ജീൻ എഡിറ്റിംഗ് CRISPR ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. മൂലകോശ സാങ്കേതികവിദ്യ എന്നിവ വരെ എത്തി നിൽക്കുന്ന അവയവങ്ങൾക്ക് ഒരു ഘടന മാത്രമല്ല, ജീവിക്കുന്ന സംവിധാനം കൂടി ആണെന്ന് പുതിയ കാല ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ കോശങ്ങളെ മൂലകോശങ്ങൾ വീണ്ടും മൂലാവസ്ഥയിലേക്ക് മാറ്റി പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നതിലെ കഴിവ് പ്രകടിപ്പിക്കുന്നതും പലപ്പോഴും പരീക്ഷണങ്ങളിൽ കാണാറുണ്ട്. ചികിത്സക്കായി അവയവങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം അവയവങ്ങളെ കൃത്യമായി സൃഷ്ടിക്കുന്ന എഞ്ചിനീയറിംഗ് പരിഹാരങ്ങളിലേക്കുള്ള പടിവാതിലിലാണ് ഈ പരീക്ഷണങ്ങൾ. ഈ മേഖലയിലെ മുൻനിര ഗവേഷകനായ ആന്റണി അറ്റാല പറയുന്നു, അമരത്വം സൃഷ്ടിക്കലല്ല നമ്മുടെ ലക്ഷ്യം, ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുകയാണ്. ഒരു ചിന്താ പരീക്ഷണമാവാം. ഒരു വയോധികന് പുതിയ അവയവം ആവശ്യമായി വന്നാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഏതാനും കോശങ്ങൾ സംഭാവന ചെയ്യുന്നതും അതിൽ നിന്നും പുതിയ അവയവം വളരുന്നതും സങ്കല്പിച്ചു നോക്കൂ. പുരാണങ്ങളിൽ മകന്റെ യൗവനം ചോദിച്ചു വാങ്ങിയ ആ രാജാവിൻ്റെ കഥ ഇന്നും തുടരുകയാണ്. ഏതാണ് ആ രാജാവ് എന്ന് നിങ്ങൾ അല്പം ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും. നമുക്ക് ആ രാജാവിനെ ഒന്ന് പരിചയപ്പെടാണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ശരിയല്ല. ഹിന്ദു പുരാണങ്ങളിലും മഹാഭാരതത്തിലും പരാമർശിച്ചിരിക്കുന്ന ചന്ദ്രവംശത്തിലെ വിഖ്യാതനായ ഒരു ചക്രവർത്തിയാണ് യയാതി. നഹുഷ രാജാവിൻ്റെയും അശോകസുന്ദരിയുടെയും മകനാണ് ഇദ്ദേഹം യയാതി. യാദവർ, പാണ്ഡവർ, കൗരവർ എന്നിവരടക്കമുള്ള വംശങ്ങളുടെ പൂർവികനായി ഈ യയാതി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ചത് ശുക്രന്റെ മകളായ ദേവയാനിയായിരുന്നു. അസുര രാജാവായ വൃഷപർവ്വതിൻ്റെ മകൾ ശർമ്മിഷ്ഠയെയും യയാതി രണ്ടാമതും വിവാഹം കഴിച്ചു. ശർമ്മിഷ്ഠയുമായുള്ള, അതായത് രണ്ടാമത്തെ ഭാര്യയുമായുള്ള ബന്ധം, ആ വിവാഹം ദേവയാനി, അതായത് ആദ്യ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ തൻ്റെ പിതാവായ ശുക്രനോട് പരാതിപ്പെട്ടു. കോപിഷ്ഠനായ ശുക്രൻ യയാതിക്ക് യൗവനകാലത്തെ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റാത്ത വിധം നിനക്ക് വാർദ്ധക്യം ബാധിക്കട്ടെ എന്ന് ശപിച്ചു. വാർദ്ധക്യം മാറ്റാൻ സകല അടവും പയറ്റാൻ യയാതി തയ്യാറായി. മകനായ പുരുവിനോട് തൻ്റെ യൗവനം തരാൻ യയാതി ആവശ്യപ്പെടുകയും പുരു അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ജീവിത ഭോഗങ്ങളിൽ മടുപ്പ് തോന്നിയ യയാതി വാർദ്ധക്യം തിരിച്ചെടുത്ത് മകനായ പുരുവിനെ രാജാവാക്കി വാനപ്രസ്ഥത്തിന് പോയി. അതാണ് യയാതിയുടെ കഥ. യയാതിയുടെ ഈ കഥ ആഗ്രഹങ്ങളുടെ അവസാനമില്ലായ്മയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. മഹാഭാരതത്തിലെ ആദിപർവ്വത്തിലും ഭാഗവത പുരാണങ്ങളിലും മത്സ്യ പുരാണങ്ങളിലും ഈ കഥ വിവരിക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത കള്ളം ഇന്നെൻ്റെ കള്ളിൽ ഞാൻ ചേർത്തു,
എന്ന് വൈലോപ്പിള്ളി പാടിയിട്ടുണ്ട്. വെള്ളമില്ലാത്ത കള്ളം ഇന്ന് എൻ്റെ കല്ലിൽ ഞാൻ ചേർത്തു. പക്ഷേ നമ്മൾ ആദ്യം കുഞ്ചൻ നമ്പ്യാരെ പറ്റി പറഞ്ഞ ഭാഗത്ത് ആ കല്ലിൽ ഞാൻ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. കാരണം കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്ന കഥാപാത്രമാണ്, ചരിത്ര പുരുഷനാണ്. അതുകൊണ്ട് നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. എന്നാൽ യയാതി ചക്രവർത്തിയുടെ കഥ നാം ഇപ്പോൾ പറഞ്ഞത്, വെള്ളമില്ലാത്ത കള്ളം ഇന്നെൻ്റെ കല്ലിൽ ഞാൻ ചേർത്തു എന്ന് വൈലോപ്പിള്ളി പാടി എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തറപ്പിച്ച് പറയാനൊന്നും പറ്റുമില്ല, ആ കല്ലിൽ വെള്ളം ചേർത്തിട്ടില്ലെന്ന്. ഞാൻ ചേർത്തതൊന്നുമല്ല കേട്ടോ, ഇത് പുരാണമാണ്. പുരാണങ്ങളുടെ നിജസ്ഥിതി വിശ്വാസികൾക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം, അവിശ്വസിക്കായും ആകാം. ഒക്കെ നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യുക. എന്തായാലും കാലമില്ലാത്ത കാലം, മരണമില്ലാത്ത കാലം, വാർദ്ധക്യമില്ലാത്ത കാലം, അത് ഇന്നത്തെ AI ടെക്നോളജിയെ പോലെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പോലെ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുമുണ്ട് എന്ന് തോന്നുന്നു. വിദഗ്ധന്മാർ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുകയും ശരിയായ ഒരു തീരുമാനമെടുത്ത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വേണ്ട വിശദീകരണങ്ങൾ തന്ന് നമ്മളെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് കരുതുന്നു. അങ്ങനെ കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന മാന്യ പ്രേക്ഷകരുണ്ടെങ്കിൽ, കേൾവിക്കാരുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും മറ്റൊരു വിഷയവുമായി ഇനി നിങ്ങളെ സമീപിക്കുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പള്ളിൽ. താങ്ക് യു.